മലം വരണ്ടതും കഠിനവുമാക്കുന്നതും മലമൂത്ര വിസർജനം ബുദ്ധിമുട്ടാകുന്നതും എന്തുകൊണ്ട് നോക്കൂ. ഭക്ഷണം നമ്മൾ തിന്നുകഴിഞ്ഞാൽ അത് നേരെ വയറിലേക്ക് എത്തും. അവിടെ അത് ദഹനത്തിലൂടെ ഒരു പേസ്റ്റ് രൂപത്തിൽ ലായന്യ പദാർത്ഥമാക്കുന്നു. പിന്നീട് ആ പദാർത്ഥം ചെറുകുടലിൽ നീക്കപ്പെടും. അവിടെ പച്ചക്കറികൾ നല്ലതുപോലെ ജീർണിക്കപ്പെടുകയും പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. ആഗിരണം ചെയ്യാത്ത അവശിഷ്ടം വൻകുടലിലൂടെ പോകും. വൻകുടലിന്റെ അടിഭാഗങ്ങൾ വെള്ളം ആഗിരണം ചെയ്യും. അങ്ങനെ പുതിയൊരു മലമുണ്ടാകുന്നു. പക്ഷേ പ്രശ്നം ഇവിടെ തുടങ്ങുന്നു. കുടലിന്റെ തുടർച്ചയായ ഈ പ്രക്രിയയിൽ മലം ഒരു നിശ്ചിത അളവിൽ കുമിഞ്ഞുകൂടുമ്പോൾ മലം മലാശയത്തിന്റെ അറ്റത്തേക്ക് തള്ളപ്പെടുന്നു. ഒരു കൂട്ടം മലം തലച്ചോറിലേക്ക് വേഗത്തിൽ സിഗ്നലുകൾ കൈമാറും. മലമൂത്ര വിസർജനം ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മസ്തിഷ്കം അനുബന്ധ നിർദ്ദേശങ്ങൾ അയക്കും. ഈ സമയത്ത് മലദ്വാരം ചുരുങ്ങും. ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്ന മലം പെട്ടെന്ന് സിഗ്മോയിഡ് കോളനിലേക്ക് വന്നുചേരും. കൂടാതെ താൽക്കാലികമായി സൂക്ഷിക്കുന്നു. അതിനാൽ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ആഗ്രഹം നമുക്ക് അനുഭവപ്പെടില്ല. ഈ കാലയളവിൽ മലത്തിലെ വെള്ളം മുഴുവനും ആഗിരണം ചെയ്യും. മലം വരണ്ടതും കഠിനവുമാക്കും. അത് മലമൂത്ര വിസർജനം ബുദ്ധിമുട്ടാക്കും. ഈ കഠിനമായ വിഷമാവസ്ഥ നിങ്ങൾ ശരിക്കും അനുഭവിക്കും. ദീർഘകാല മലമൂത്ര വിസർജനം ബുദ്ധിമുട്ടാക്കുന്നത് മാത്രമല്ല, വയറുവേദനയ്ക്കും കാരണമായേക്കാം. ഗുദവിള്ളലുകൾ പോലുള്ള കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായേക്കാം. ഈ വീഡിയോ കണ്ടതിനു ശേഷവും നിങ്ങൾ ഇപ്പോഴും മലമൂത്ര വിസർജനം പോകാതിരിക്കുകയാണോ?